Hello friends, welcome back to Grandeur. Grandeur in how to start and drive a car in the segment. How to start and drive a car in the segment is a video. This is Audi Q3. In the video, we Benz C220. It is a response. That's why we in this video, we Audi Q3 2015 model. This model is used car. ഈ ഓഡി സെഗ്മെന്റിലേക്ക് പുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഓഡി Q3യുടെ ഇന്റീരിയർ വരുന്നത്. ഇതാണ് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇതിൽ തന്നെയാണ്. ബാക്കി കംപ്ലീറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് നോബ് വരുന്നത്, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് സ്പോർട്സ് മോഡ്. ഇത് ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് കാണുന്നത് മാനുവൽ ഗിയർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾസാണ്. പിന്നെ ഇത് ഹിൽ ഡിസെൻഡ് അസിസ്റ്റാണ്. ഇത് ECS ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ്. ഇത് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മളുടെ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടണാണ്. സ്ക്രീൻ ഓണായി. Audi Q3യുടെ കീ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. സാധാരണ എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ കീ ഇടുന്ന പോർട്ട് വരുന്നത്. കീ ഇൻസേർട്ട് ചെയ്യാം. ഇഗ്നിഷൻ ഓണായി. ഇഗ്നിഷൻ ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എറർ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തെളിയും. ഈ വണ്ടിക്ക് കുറച്ച് വാർണിങ്സൊക്കെ ഉണ്ട്. കുറച്ച് പഴയ വണ്ടിയാണ്, അപ്പം കുറച്ച് എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ടയർ പ്രഷർ മോണിറ്റർ സെൻസറിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ചെക്ക് എൻജിൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അത് എൻ്റെ ക്ലസ്റ്ററിലുള്ളൊരു ചെറിയ വാർണിംഗ് ആണ്. പിന്നെ ഇത് വാഷർ ഫ്ലൂയിഡിൻ്റെ കുറവാണ് കാണിക്കുന്നത്, നമ്മുടെ വിൻഷീൽഡ് വാഷർ. ഇതുപോലെ തന്നെ ബൾബ്, ഇതിനൊരു ബൾബ്, ഹെഡ്ലൈറ്റിനൊരു ബൾബിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതാണ് അത് ആ സിഗ്നൽ കാണിക്കുന്നത്. ഇത് TPMS എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ സെൻസറാണ്. എററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ നോക്കാം. പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓട്ടോമാറ്റിക് വണ്ടിയിലുള്ള പോലെ തന്നെ ബ്രേക്കും ആക്സിലറേറ്ററും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിക്കണം. ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് പാർക്കിലാണോ ഉള്ളത് നോക്കുക. പാർക്കിലാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളുടെ കീ തിരിക്കുക. സ്റ്റാർട്ടായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്യണമെങ്കിൽ AC ഓൺ ചെയ്യാം. കുറച്ച് തണുപ്പുള്ള സമയമാണ്, അപ്പോൾ ഞാൻ AC ഓൺ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട് ഗിയർ ഷിഫ്റ്റിന്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ ലിവർ താഴേക്ക് വെച്ചാൽ ഫസ്റ്റ് തന്നെ റിവേഴ്സാണ് വരിക, പിന്നെ ന്യൂട്രൽ, പിന്നെ ഡ്രൈവ്, പിന്നെ സ്പോട്ട്. ഈ ഡ്രൈവിലുള്ള സമയത്ത് നമുക്ക് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് നമുക്ക് ഇവിടെ മാനുവൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലസ് ഓർ മൈനസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഗിയർ ചേഞ്ച് ആയി പോകും. മുമ്പോട്ട് പ്ലസ് ആക്കുകയാണെങ്കിൽ ഗിയർ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലോട്ട് പോകും. താഴോട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ മൈനസ് താഴത്തേക്ക് ആയി വരും. അപ്പോൾ നമ്മളിപ്പം നമുക്കവിടെ മുമ്പോട്ടേക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടു. ബ്രേക്കിൻ്റെ മുകളിൽ കാലെടുത്താൽ തന്നെ വണ്ടി നീങ്ങാന്ന് പിടിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ നമ്മൾ കാലെടുത്താൽ തന്നെ വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അത് ഞാൻ റോഡിലേക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ ക്ലിയറായിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫങ്ഷൻസ് നോക്കാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത് ഈ സൈഡിൽ വരുന്നത് 2 ആരോ കീസ് ഉണ്ട്. ഈ ആരോ കീ നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ I എന്നുള്ള ഒരു ബട്ടൺ കാണിക്കാം. അത് 4 ഓപ്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് വണ്ടിയുടെ ഡ്രൈവ് സിസ്റ്റം,
ഇതിനകത്തുള്ള ബാക്കിയുള്ള സെറ്റിങ്സ് നമുക്ക് ഈ ഒരു നോബ് വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന കാണിക്കാൻ. നമ്മളുടെ അവൈലബിൾ ഫ്യൂൽ വെച്ച് നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടി പോകുമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവറേജ് മൈലേജ്, പിന്നെ ടൈം. ഇത് 1 to 1 കാണിക്കുന്നത് നമ്മളുടെ ട്രിപ്പാണ് കാണിക്കുന്നത്. ട്രിപ്പിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത് വെച്ചിട്ട് നമുക്ക് എത്ര km/h നമ്മൾ ആവറേജ് സ്പീഡ് പോയി, എത്ര നമുക്ക് ഫ്യൂൽ എക്കോണമി കിട്ടിയത്. 8.2 km/h കിട്ടിയത്. വെച്ചാൽ ഞാൻ വയനാട് പോയതായിരുന്നു. ചുരം കയറിയ സമയത്ത് നമുക്ക് എത്ര മൈലേജ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതുതന്നെ നമ്മളുടെ കലണ്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ വരുന്നത്, ഇവിടെ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാർ ഫംഗ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പീഡോമീറ്ററിൻ്റെ ഡിസ്പ്ലേയുടെ ഡാർക്ക്നെസ്, അതുപോലെ എഫിഷ്യൻസി, പ്രോഗ്രാം, ഓൺ ബോർഡ് കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിൽ വരുന്നത് നമ്മളുടെ സ്പീക്കറിൻ്റെ സൗണ്ട് വോളിയം കൺട്രോളിംഗ് ആണ്. ഇത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ്. നമുക്ക് 3 കൺട്രോൾസ് ഉണ്ട്. 3 ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കാണിക്കാം. ഇത് നാവിഗേഷൻ്റെ ബട്ടണാണ്. ഇത് സ്പീച്ച് റെക്കഗ്നീഷൻ. ഇതാണ് സ്റ്റിയറിംഗ് കൺട്രോൾസിൽ മേലെ വരുന്നത്. ഇവിടെയാണ് ഹോൺ. എല്ലാ വണ്ടിയിലും പോലെ തന്നെ ഹോൺ അവിടെ തന്നെയാണ്. സൈഡ് ഗ്ലാസ്, നമ്മുടെ സൈഡ് ഗ്ലാസിൻ്റെ ബട്ടൺസാണ്. ഒരുവിധം എല്ലാ വണ്ടിയിലും ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ സൈഡ് ഗ്ലാസിൻ്റെ ബാക്ക് 4 ബട്ടൺ വരുന്നുണ്ട്. 4 എല്ലാ ഗ്ലാസിൻ്റെയും ബട്ടൺസാണ്. പിന്നെ ഇത് വരുന്നത് നമ്മളുടെ ORVMൻ്റെ കൺട്രോൾസാണ്. ഇത് റിട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലോട്ട് ആയി കഴിഞ്ഞാൽ റിട്രാക്ട് ആവും. ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോകും. പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇത് ഓട്ടോ ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ മോഡലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. പിന്നെ ഇത് നമുക്ക് മാനുവലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോഗ് ലാമ്പ്, ബാക്ക് ഫോഗ് ലാമ്പ്, ഫ്രണ്ട് ഫോഗ് ലാമ്പ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം വലിച്ചാൽ ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ഒന്നും കൂടെ വലിച്ചാൽ ബാക്കിലെ ഫോഗ് ലാമ്പ് ആക്ടിവേറ്റ് ആവും. ഓട്ടോ മോഡിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കാണ് വർക്ക് ചെയ്യുക. നമ്മളുടെ ക്ലൈമറ്റിൻ്റെ സ്ഥിതി നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ആവും. അതെല്ലാം മാനുവലാണെങ്കിൽ മാത്രം നമുക്ക് ഇതിങ്ങനെ കൂടെ വലിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വരുന്നത് നമ്മളുടെ ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ലൈറ്റുകളില്ലേ LED ഒക്കെ, അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ബാക്കിയുള്ള ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ നമ്മൾ 4 ഭാഗത്തും ഓറഞ്ച് കളറിലുള്ള ഡിസ്പ്ലേ കാണിക്കുന്നില്ലേ, ആ 4 ഭാഗത്തും കാണിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ 4 ബട്ടൺ കാണാം. ഈ 4 ബട്ടൻ്റെ ഫംഗ്ഷനാണ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ 4 ഭാഗത്തായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാനാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സോഴ്സ് എന്നുള്ള ഭാഗം നമുക്കിവിടെ വരുന്നത് ഇവിടെയാണ്. കണ്ടില്ലേ, അതിനകത്തൊന്നുമില്ല, ബ്ലൂടൂത്ത് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാ വരിക, സെറ്റിങ്സ് ആണ് വരിക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ മീഡിയയുടെ സെറ്റിങ്സിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ മെനു എത്തും. മെയിൻ മെനുവിൽ ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു നോബ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്യാം. ഫോൺ, കാറ്, റേഡിയോ, ടോൺ. അതിനകത്ത് കാറിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർ സെലക്ഷനിലേക്ക് മാറും. അതിനകത്ത് ഡ്രൈവ് സെലക്റ്റാണ് വന്ന് നിൽക്കുന്നത്. 3 ഡ്രൈവിംഗ് ഓപ്ഷൻസാണ് നമുക്കുള്ളത്: ഡൈനാമിക്, ഓട്ടോ, കംഫർട്ട്. പിന്നെ അതിനും അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റംസ് എന്നുള്ള സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്യണം. വെഹിക്കിൾ സെറ്റിങ്സ്, സ്റ്റിയറിംഗ് വീൽ ബട്ടൺ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ പറഞ്ഞില്ല, ഈ ബട്ടൻ്റെ സെറ്റിങ്സ് ഏതാണ് വേണ്ടതെന്നാണ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ട്രാഫിക് പ്രോഗ്രാം ഓൺ ഓഫിലാണ് കിടക്കുന്നത്. നമുക്ക് മാറ്റിയിട്ട് നമുക്ക് റേഡിയോ, മീഡിയ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് നമുക്ക് ഈ നോബ് സെലക്ട് ചെയ്തിട്ട് അത് മാറ്റി ഇത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നില്ല. അപ്പം നേരത്തെ കാണിച്ചു തന്ന ട്രാഫിക് പ്രോഗ്രാമാണ് കാണിച്ചിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, മീഡിയ മാറി, സൗണ്ട് കൂടാൻ നമ്മളുടെ മീഡിയ വർക്ക് ചെയ്യാൻ തുടങ്ങി. കണ്ടില്ല, നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വൈപ്പർ ഫംഗ്ഷനൊക്കെ വരുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലാണ്. ഇതാണ് വൈപ്പർ ഫംഗ്ഷൻ വരുന്നത്. വൈപ്പർ ഓൺ, ഓഫ്, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ ഹൈ, ലോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് വരുന്നത്. ഇതിൻ്റെ റിയർ വൈപ്പർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇത് താഴത്തേക്ക് ആക്കിയാലാണ് നമ്മളുടെ റിയർ വൈപ്പർ വർക്ക് ചെയ്യുക. പിന്നെ വിൻഷീൽഡ് വാഷിങ്ങിനുള്ളത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് വിൻഷീൽഡ് വാഷാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ലിവർ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അപ്പോൾ ഓട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് AC ചാലുവാകും, സ്റ്റാർട്ടാവും. നമുക്കിവിടെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം, ഇത്ര ടെമ്പറേച്ചർ വേണ്ടത്. നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഇതിൻ്റെ എയർ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ബട്ടൺ ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് എത്തും, ഇതാണെങ്കിൽ നമ്മുടെ ഫേസിലേക്ക്, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് വിൻഷീൽഡിലേക്ക് എയർ പോകും. അതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺസാണിത്. ഇത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് എയർ എടുക്കണം അല്ലെങ്കിൽ അകത്തുനിന്നുള്ള എയർ റീസർക്കുലേഷൻ മോഡ് സെലക്ട് ചെയ്യാനുള്ളതാണ് ഈ ബട്ടൺ വരുന്നത്. ഇത് ഡീഫോഗറാണ്, ഇത് റിയർ ഡീഫോഗർ, ഇത് ഫ്രണ്ടിലെ ഗ്ലാസ് ഡീഫോഗർ. മാക്സിമം ഹീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് എയർ ഫ്രണ്ടിലേക്ക് പോയി ഡീഫോഗർ വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് മാക്സിമം സ്പീഡിലേക്ക് പോയി അതിൻ്റെ ഫാൻ. നമുക്ക് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓഫ് ആക്കിയാൽ നമുക്ക് ഫാൻ സ്പീഡൊക്കെ നമുക്ക് അതിനകത്ത് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് AC ക്ലൈമറ്റ് കൺട്രോൾ ഓഫാണ്, ഓഫാക്കി. പിന്നെ ഇത് ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കാണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇത് ഓട്ടോ ഹോൾഡ് ബട്ടണാണ്, ഇത് നമ്മളുടെ റോൾ ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ. ഇതിൻ്റെ പാർക്ക് ബ്രേക്ക് നമ്മൾ വണ്ടി പാർക്കിലേക്ക് ഇട്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഓണാക്കി ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങുക. അപ്പോൾ നമ്മളിതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ബ്രേക്ക് റിലീസാവും. അതുപോലെ തന്നെ റിവേഴ്സിലാണെന്നുണ്ടെങ്കിലും പാർക്ക് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റിലീസാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ ഈ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക് ഉള്ളത് കൊണ്ട്. പിന്നെ ഇത് ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഇറക്കമുള്ള ഭാഗത്താണ് നമ്മൾ വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഹോൾഡ് ഓൺ ആവും. പിന്നെ വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ ആ ഹോൾഡിനകത്ത് നിന്ന് വണ്ടി നീങ്ങാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന് നേരത്തെ ഫങ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഹിൽ ഡിസെൻറ്റ് അസിസ്റ്റാണ്. ഇത് ഹിൽ ഡിസെൻറ്റ് അസിസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ലൈറ്റ് തെളിയും, കണ്ടിലൊരു ഗ്രീൻ കളർ ഹിൽ ഡിസെൻറ്റ് അസിസ്റ്റ് വരുന്നത്. ഇതെങ്ങനെയാണ് ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചുരമൊക്കെ നമ്മൾ ഇറങ്ങി വരികയാണ്, നമ്മൾ ഒരുപാട് ഇറക്കമുള്ള ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ ഒരുപാട് സമയം നമ്മൾ കാല് വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ 4 ബ്രേക്കും വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും സ്പീഡിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ 60 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ അസിസ്റ്റ് നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ 50% സ്പീഡിലേക്ക്, ഇപ്പോൾ നമ്മൾ 60 കിലോമീറ്റർ സ്പീഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 30 കിലോമീറ്റർ സ്പീഡിലേക്ക് ചേഞ്ച് ആയിട്ട് ബാക്കി ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫങ്ഷൻ ആവും. ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ABS വർക്ക് ചെയ്യേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫങ്ഷനായിട്ട് നമുക്ക് ഇറക്കം നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി പറ്റും. അതിനുള്ളൊരു അസിസ്റ്റാണ് ഈ കാണുന്നത്, ഹിൽ ഡിസെൻറ്റ് അസിസ്റ്റ് എന്ന് പറയുന്നതിന്. പിന്നെ ഇത് നമ്മളുടെ സ്റ്റെബിലൈസേഷൻ കൺട്രോളിൻ്റെ ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ്, ESC. ഇത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഓഫ് ആക്കേണ്ടതായിട്ട് വരും, ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ചില അതായത് ഐസൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കൺട്രോൾ നമുക്ക് ESC നമുക്ക് ഓഫ് ആക്കിയിട്ടുണ്ടായിട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടി നമുക്കിവിടെ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ഇത് ഡ്രൈവ് മോഡ് സെലക്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്, ഡൈനാമിക്, കംഫർട്ട്. നോർമലി നമുക്ക് ഓട്ടോയിലിട്ട് പോവുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നമ്മളുടെ സൺ റൂഫ് അതുപോലെ തന്നെ സൺ ഷെയ്ഡിനെ പറ്റിയിട്ടാണ്. ഇത് സൺ ഷെയ്ഡും സൺ റൂഫും ഉള്ള മോഡലാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സൺ ഷെയ്ഡ്, ഇതാണ് സൺ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ സൺ ഷെയ്ഡ് നമുക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബട്ടൺ വരുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ. പിന്നെ സൺ റൂഫ് നമുക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബട്ടൺ വരുന്നത് ഇവിടെയാണ്. ആദ്യം ബാക്ക് സൈഡ് ഓപ്പൺ ആവും,
എന്നിട്ട് ഇങ്ങോട്ട് നീങ്ങി വരും. ഹാഫ് ഓപ്പൺ ആവുള്ളൂ, ഫുള്ളായിട്ട് ഓപ്പൺ ആവില്ല. ഇത്രേ വന്ന് നിൽക്കുള്ളൂ. ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുക, ക്ലോസ് ആവും. ഹിൽ ഡിസൈൻ ഫംഗ്ഷൻ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോഴത്തെ ചെറിയൊരു ഇറക്കത്തിലാണുള്ളത്. അപ്പോൾ ഞാൻ ഹിൽ ഡിസൈൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ കളർ ലൈറ്റ് കത്തുന്നത് കാണാം. ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇപ്പം ബ്രേക്ക് ചവിട്ടുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിംഗ് ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. ഇത് കണ്ടില്ലേ, ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടില്ലേ. നമുക്ക് കാലിൻ്റെ മേലെ, ബ്രേക്കിൻ്റെ മേലെ നമ്മൾ കാല് വെച്ച് ഒരുപാട് ദൂരം ഓടിക്കേണ്ട ആവശ്യമില്ല. ഓവർ സ്റ്റീപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിംഗ് ആവും. നമുക്ക് ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് ക്രൂയിസ് കൺട്രോൾ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണിക്കാം. ആദ്യം നമ്മൾ ഗിയർ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കിലോമീറ്ററാണ്? 20 കിലോമീറ്റർ. 30 കിലോമീറ്ററിന് മേലെ സ്പീഡിലേ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഡിസൈഡ് സ്പീഡ് എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അല്ല, സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അത് കാണാൻ അതിൻ്റെ മേലെ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ ഗ്രീൻ കളർ ലൈറ്റ് ഓണായി. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് സെറ്റായിരിക്കുന്നത് 31 കിലോമീറ്ററിലാണ് സ്പീഡ് സെറ്റായിരിക്കുന്നത്. അതാ നമ്മൾ ആ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇറക്കമാണ്. ഓൾമോസ്റ്റ് ആ ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്രൂയിസ് കൺട്രോൾ കട്ടാവും. കണ്ടില്ലേ, ക്രൂയിസ് കൺട്രോൾ കട്ടായി. രണ്ടാമത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്താൽ 30 കിലോമീറ്റേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്താൽ ഓൺ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്പീഡ് 30 കിലോമീറ്റേഴ്സിന് മേലെ ആക്കാം. സെറ്റ് കൊടുക്കുക. സെറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്കിത് ഞാനിപ്പോൾ ഇവിടെ ആക്സിലേറ്റർ ബ്രേക്ക് ഒന്നും പ്രസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ആ ഒരു സ്പീഡിൽ 36 കിലോമീറ്റേഴ്സിലാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പീഡ് കൂട്ടാം. ഇതിന് ഈ ലിവർ കണ്ടില്ലേ, ഇത് മുകളിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഞാൻ 45 സെറ്റ് ചെയ്തു. ഇനി ഇത് ഡിസെൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചവിട്ടിയാൽ മതി. അപ്പോൾ ഡിസെൻഗേജ് ആയി. നമുക്കിത് ആ സെയിം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡ് തന്നെ റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പുറകോട്ട് വലിച്ചാൽ മതി. ഇവിടെ റെസ്യൂം എന്നുള്ളത് കാണാം. 45 സ്പീഡിൽ രണ്ടാമതും ക്രൂയിസ് കൺട്രോൾ ഓണായി. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാല് ഞാനിവിടെ വെച്ചിട്ട് നോക്കുക, ഗ്ലാസേട്ട ചവിട്ടുന്നില്ല, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് താഴോട്ടാക്കിയാൽ ഓഫായി. ക്രൂയിസ് കൺട്രോൾ കംപ്ലീറ്റ്ലി ഓഫായി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ Audi Q3നെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും ഏതെങ്കിലും വണ്ടിയെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ ആ വണ്ടി കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.